ഇതുപോലെ നിങ്ങൾ 10 മിനിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇതുപോലെ ഇംഗ്ലണ്ടും 10 മിനിറ്റ് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ ഇതും 10 മിനിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇതെല്ലാം നിങ്ങൾ 10 മിനിറ്റ് ഹോൾഡ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ചെസ്റ്റ് ബിൽഡ് ആവും. ഇത് 10 മിനിറ്റ് വേണം ആളെ എത്തും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് ഇതുപോലുള്ള വീഡിയോസ്. കാലെടുത്ത് തോളി വെക്കുക, കൈയെടുത്ത് കയ്യാലപ്പുറത്ത് വെക്കുക, 30 സെക്കൻഡ് ഇതുപോലെ ചെയ്ത PCOD ഉള്ളവർക്ക് പീരിയഡ്സ് റെഗുലർ ആകുമെന്ന് പറഞ്ഞാൽ, ഞാൻ കാണിച്ച വീഡിയോയിൽ ഉള്ളതുപോലെ ഒരു ഫോഴ്സിനെതിരായിട്ട് ഒരു ഐസോമെട്രിക് ഹോൾഡ് പോയെങ്കിലും ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉപയോഗം ഉണ്ടായിരുന്നു പറയായിരുന്നു. കൃത്യമായ റെസിസ്റ്റൻസ് പ്രൊഫൈലോട് കൂടിയുള്ള ഒരു റെസിസ്റ്റൻസ് ട്രെയിനിങ് ആണ് ഇവിടെ ആവശ്യം. അത് ഈ വീഡിയോ കാണിക്കുന്ന പോലെ സിമ്പിൾ ആവണമെന്നില്ല. ഒരു ബോഡി വെയിറ്റ് മൂവ്മെന്റും എടുത്തു പറയാൻ കഴിയില്ല എഫക്റ്റീവ് ആണെന്ന്. ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നവർ ഫിറ്റ്നസ് സെന്ററിനെ ആശ്രയിക്കാൻ പറ്റാത്ത സ്ത്രീ ജനങ്ങളെയാണ് ലക്ഷ്യമിടുന്നതെന്ന് ഓർക്കുക. വർക്കൗട്ട് എന്ന പേരിൽ എന്തെങ്കിലും കോപ്രായങ്ങൾ കാണിച്ചു കൊടുത്ത് ഒരു ഡയറ്റും കൊടുക്കും. അപ്പൊ ചിലർ ചോദിക്കും എനിക്ക് റിസൾട്ട് ഉണ്ടായല്ലോ എന്ന്. ഈ നിലവിലുള്ള ഭക്ഷണക്രമം മാറ്റിയാൽ ആർക്കും റിസൾട്ട് ഉണ്ടാവും. കാശ് കൊടുത്ത് പ്ലാൻ വാങ്ങിച്ചതല്ലേ, സ്വന്തം കാശല്ലേ പോണത് എന്ന് ഓർത്ത് പലരും പ്ലാൻ പിന്തുടരുന്നു. അതാണ് ഇവിടുത്തെ സത്യം.